യോഹന്നാൻ 14:16. യേശു പറഞ്ഞു, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. യേശു കർത്താവ് ഭൂമിയിൽ വന്നത് പ്രധാനമായും ദൈവത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടു പോയ, പാപത്താൽ ബന്ധിക്കപ്പെട്ടു പോയ, നരകത്തിന് യോഗ്യനായി തീർന്ന പാപികളും അഭക്തരും അശുദ്ധന്മാരും ദൈവമില്ലാത്തവരും നിത്യ തീപ്പൊയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുമായ ജനത്തെ താനാകുന്ന വഴിയിലൂടെ വിടിവിച്ച് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്. എന്നാൽ ആ കർത്താവ് തൻ്റെ ഐഹിക ജീവിത കാലഘട്ടത്തിലെ ശുശ്രൂഷ തികച്ച ശേഷം ഉയരത്തിലേക്ക് കടന്നു പോകുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയാണ്, എന്നാൽ നിങ്ങളോടുകൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് ഒരു കാര്യസ്ഥനെ ഞാൻ തരാൻ പോകുന്നു. പിതാവിനോട് ഞാൻ ചോദിക്കും, പിതാവ് ആ കാര്യസ്ഥനെ നിങ്ങളുടെ മേൽ അയക്കും. ഞാൻ പിതാവിനോട് ചോദിക്കും, ആ കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കും. എന്തുകൊണ്ട് ഒരു ദൈവവൈതൽ എന്ന നിലയിൽ നാം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം? എന്തുകൊണ്ട് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഒരു ദൈവവൈതൽ എന്ന നിലയിൽ നാം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം? ഒന്നാമത്, അത് യേശുവിൻ്റെ വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ നാം പ്രാപിക്കണം. അത് കർത്താവിൻ്റെ ആഗ്രഹമാണ്. 16-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം കൂടി. യെസ്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാൻ ഞാൻ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. ഇവിടെ കംഫർട്ടർ, പാരാക്ലീറ്റോസ് എന്ന പദം ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു ഗ്രീക്കിൽ. അതിൻ്റെ അർത്ഥം, അതെ, കംഫർട്ടർ എന്ന ഇംഗ്ലീഷിൽ ആശ്വാസപ്രദൻ, അഡ്വക്കേറ്റ്, അല്ലെങ്കിൽ ഒരു വക്കീൽ, ഒരു ടീച്ചർ, ഒരു അധ്യാപകൻ എന്ന നിലയിൽ പരിശുദ്ധാത്മാവ് നിൽക്കുന്നു. അവന് ബഹുമുഖങ്ങളായ പ്രത്യേകങ്ങളായ ശുശ്രൂഷകളുണ്ട്. യേശു കർത്താവിന്റെ ഐഹിക ജീവിത കാലഘട്ടത്തിലെ ശുശ്രൂഷ തികച്ചു. ഇനി അടുത്തയാളിനെ ഏൽപ്പിക്കുകയാണ്. തൃത്വത്തിലെ മൂന്നാമനായ പരിശുദ്ധാത്മാവ് എടുക്കാൻ പോവുകയാണ്. നാം നേരത്തെ കണ്ടു, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ 120 പേർ ഒരുമിച്ച് കൂടിയിരുന്നു. യേശുവിന്റെ നാമത്തിലാണ് അവർ കൂടിയിരുന്നത്. പക്ഷേ അതിനെ ബൈബിൾ പറയുന്നു അത് സംഘം എന്ന് വിളിച്ചിരിക്കുന്നു. എന്നാൽ 1-ാം അധ്യായം കഴിഞ്ഞു 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ തിരുവചനം പറയുന്നു അത് സംഘമല്ല, അത് സഭയാണ്. എന്താണ് 1-ാം അധ്യായവും 2-ാം അധ്യായങ്ങളുടെ വ്യത്യാസം? 2-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗം മുതൽ നാം ശ്രദ്ധിക്കുന്നു, ഒരു കൊടിയ കാറ്റ് പോലെ, ഒരു മുഴക്കമായി അഗ്നിജ്വാല പോലെ അവരെ ഭവിച്ചു. അവർ ഇരുന്ന സ്ഥലം മുഴുവൻ നിറച്ചു. അവർ സംസാരിച്ചു തുടങ്ങി. സംസാരിച്ചത് അവരുടെ ഭാഷയിലല്ല, ദൈവമറിഞ്ഞുകൊടുത്ത ആംഗ്യ ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. 2-ാം അധ്യായത്തിന് 37 മുതൽ കുത്തുകൊണ്ട് ജനം ചാടി എഴുന്നേറ്റ് പ്രസംഗം കേട്ട് വിളിച്ചു പറഞ്ഞ ഞങ്ങൾ ഇനി രക്ഷപ്രാപിക്കാൻ എന്ത് ചെയ്യണം? ഈ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ ഒരുമിച്ച് കൂടി വിളിച്ചു ചോദിക്കുക, ഞങ്ങൾ രക്ഷപ്രാപിക്കാൻ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് എവിടെയെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിനകത്ത് കുത്തുകൊണ്ട് പറയുകയാകും. കഴിഞ്ഞ നാളുകൾ ചെയ്തു വന്നതിനെ കുറിച്ച്, തെറ്റുകളെ കുറിച്ച് കുറ്റബോധം ഉണ്ടാക്കി പറയുകയാകും. ആത്മാവിൽ കുത്തുകൊണ്ട് കഴിഞ്ഞപ്പോൾ അവർ പറയുക, ഞങ്ങൾക്ക് രക്ഷ കാണിക്കണം, ഞങ്ങൾ ശിക്ഷയുടെ കീഴിലാണ്. ശക്തമായി ശ്രമിക്കാതെ, ഞങ്ങൾ ശിക്ഷയുടെ കീഴിലാണ്. ഞങ്ങൾക്ക് അതിന് പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ പുറത്തു വരാൻ ആഗ്രഹിക്കുന്നവരെ പുറത്ത് കൊണ്ടുവരുന്നവർ പരിശുദ്ധാത്മാവ്. സ്വാഗതം. യേശു കർത്താവ് ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം വളരെ ശാന്തനായി സൗമ്യനായി നിന്നുകൊണ്ട് ശുശ്രൂഷിക്കുന്നു. വളരെ അടങ്ങി ഒതുങ്ങി നിന്നുകൊണ്ടാണ് യേശു ശുശ്രൂഷിച്ചത്. പക്ഷേ തന്റെ ശിഷ്യന്മാരൊന്നും അങ്ങനെ ശുശ്രൂഷിച്ചിട്ടില്ല. എന്തൊക്കെയാ പറഞ്ഞേ? എന്നാ പ്രസംഗമായിരുന്നു! 3000 പേർക്ക് ഒരുമിച്ച് കേൾക്കത്തക്കവണ്ണം എന്നാ ശബ്ദമായിരുന്നല്ലേ!
അവരൊരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. യെരുശലേം പള്ളിയിലോട്ട് പോയ ആൾക്കാരെല്ലാം കൂടി ഇവിടുത്തെ മുഴക്കം കേട്ടിങ്ങോട്ട് വന്നു. യേശു പ്രസംഗിച്ചിട്ട് ഒരിക്കൽ പോലും ഇത്ര വലിയ ജനക്കൂട്ടത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല. അത് തന്റെ മിഷൻ അല്ലായിരുന്നു. താൻ 12 പേരെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ 12 പേരിലൂടെ കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഹല്ലേലൂയ. സാധാരണക്കാരായ മനുഷ്യരെ അസാധാരണക്കാരായ മനുഷ്യരാക്കി തീർത്തത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ശാന്തമായിട്ട് അല്പസമയം കൂടെ ആവശ്യത്തിൽ ചിന്തിക്കണം. അതെ, ഹൃദയം തുറന്ന പ്രാർത്ഥനയോടുകൂടി ഇപ്പോൾ ആരും കണ്ണടച്ച് പ്രാർത്ഥിക്കരുത്. ദൈവം ഇത് എല്ലാവരും കണ്ണ് തുറന്ന് കർത്താവെ ഇന്ന് എന്നോട് സംസാരിക്കേണ്ടത് പറഞ്ഞിട്ടിരുന്നാൽ മതി. ദൈവം നമ്മൾ സംസാരിക്കും. ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുന്നു. നോക്കുക, ഈ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ വ്യത്യസ്തന്മാരായി തീർന്നു. നേരത്തെ ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ അവർ വിളിച്ചു പറയാൻ തുടങ്ങി. ഇന്ന് ചിലർ ചിന്തിക്കുന്നൊരു കാര്യം, പറയുന്നൊരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് സമ്മതിക്കുന്നു, തൃത്വത്തിൽ മൂന്നാമനാണ്, തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും തെളിവുകളുണ്ട്. പക്ഷേ 1-ാം നൂറ്റാണ്ടോടുകൂടി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നിന്നുപോയി. 1-ാം നൂറ്റാണ്ടോടുകൂടി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നിന്നുപോയി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വേദഭാഗമുണ്ടോ എന്ന് ഞാൻ തിരക്കി. ഇന്നുവരെ കണ്ടില്ല. ഇനി കണ്ടു കിട്ടിയാൽ പറയുന്നതായിരിക്കും. പക്ഷേ കണ്ടുകിട്ടിയ വാക്യങ്ങളെല്ലാം തുടരുന്ന വാക്യങ്ങളാണ്. ജീസസ്. ഹല്ലേലൂയ. തെളിവ് 2-ാം അധ്യായത്തിൽ അപ്പോസ്തലപ്രവൃത്തിയിൽ ഇങ്ങനെ വായിക്കുന്നു. വാഗ്ദത്തം വായിക്കാം, 38 മുതലുള്ള വാക്യങ്ങൾ. അപ്പൊ നിങ്ങൾ ഓരോരുത്തർ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനെ കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്തേ ഒക്കത്തുള്ളൂ. അടുത്തത്, വാഗ്ദത്തം നിങ്ങൾക്കുള്ളതാണ്. അത് കഴിയുമ്പോൾ നമുക്കെല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് പോകാം എന്നല്ല പറഞ്ഞത്. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും. നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ. ഇത് തീർന്നു പോകുന്നതല്ല. യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു 28 മുതൽ വാക്യങ്ങൾ. അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിനുമേലും എന്റെ ആത്മാവിനെ പകരും. അവരെന്ത് ചെയ്യും? പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഒരു കാലഘട്ടത്തെ പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. അവസാനത്തെ കാലഘട്ടം, അന്ത്യകാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താ? ആ കാലഘട്ടത്തിൽ നിൽക്കുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പ്രവചിക്കും. വൃദ്ധന്മാർ എന്ത് ചെയ്യും? ദർശനങ്ങളും സ്വപ്നങ്ങളും കണ്ടുകൊണ്ടിരിക്കും. ആത്മാവിൽ കാര്യങ്ങളെ വിവേചിച്ച് പറയുന്ന പരിശുദ്ധാത്മാവ് സകല ജനത്തിന്മേൽ കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ് അന്ത്യകാലഘട്ടം. അത് നിന്നുപോയിട്ടില്ല. അന്ത്യകാലഘട്ടം എന്ന് തീരുമോ അന്ന് ഈ ശുശ്രൂഷകൾ തീരും. ജീസസ്. എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം? ഒന്നാമതായി യേശുക്രിസ്തുവിന്റെ വാഗ്ദത്തമാണ്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ. യേശു കർത്താവ് ശിഷ്യന്മാരുമായിട്ട് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം കൂടിയിരിക്കുന്നു. താൻ സ്വർഗത്തിലേക്ക് പോകാൻ തുടങ്ങുക. വായിക്കാം. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. നിങ്ങൾ കാത്തിരിക്കണം. സ്തോത്രം. ഇതൊരു വാഗ്ദത്തമാണ്. വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. ചില ആൾക്കാർ പറയാറുണ്ട്, അന്ന് സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന് വേണ്ടിയാണ് അവർ കാത്തിരുന്നത്. എത്ര ദിവസം ഇരുന്നു? കണക്ക് കൂട്ടിയാൽ ഏതാണ്ട് 10 ദിവസത്തോളം. 40-ാമത്തെ പെന്തക്കോസ്ത് പെരുന്നാൾ കഴിഞ്ഞ് സ്തോത്രം പരിശുദ്ധാത്മാവ് ശക്തിയോടുകൂടി അവരുടെ മേൽ കടന്നു വന്നു. എന്നാൽ 1-ാമത്തെ പെരുന്നാൾ മുതൽ 40-ാമത്തെ പെരുന്നാൾ വരെ ഒരു പ്രത്യേക കാലഘട്ടം കാണുന്നു. ആ 40 ദിവസങ്ങൾ യേശു കർത്താവ് വന്നും പോയും അവരോട് സംസാരിച്ച് ഉറപ്പിച്ചും കൊണ്ടിരുന്നു. അതിനുശേഷം പറയുകയാണ്, വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ ഒന്നുകൂടെ കാത്തിരിക്കണം. ഇത്രയും പറഞ്ഞിട്ട് കർത്താവ് ഉയരങ്ങളിലേക്ക് കരയേറിപ്പോയി. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, അവരെ വിളിച്ചിട്ട് ആദ്യം അവരുടെ മേൽ ഊതി. യേശു കർത്താവ് ഊതി. എന്നിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. നമുക്ക് ആ ഭാഗം അറിയാം. പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അവരാരും അന്യഭാഷ പറഞ്ഞില്ല. അവരാരും ചാടിയില്ല.
അവരാരും ദർശനം കണ്ടില്ല, അവരാരും ഉരുണ്ട് വീണില്ല, ഒന്നും ചെയ്തില്ല, കല്ല് പോലെ അവിടെ നിന്നു. നമുക്ക് ചോദിക്കാം, യേശുവിനോട് ചോദിക്കാം, കർത്താവേ നീ പറഞ്ഞത് ശരിയായിരുന്നോ? ഒരഭിഷേകം പ്രാവശ്യത്തില്ലേ പറഞ്ഞത്. ശിഷ്യന്മാരോട് ചോദിക്കാം, ശരിയാണോ? രണ്ട് കൂട്ടർക്കും പറയാൻ കഴിയും, ഒരു വ്യത്യസ്തതയുണ്ടായി. പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പിൻ എന്ന് പറഞ്ഞ ഊതിയ സമയം തന്നെ ഞങ്ങളിൽ ഒരു സ്പർശനമുണ്ടായി. സ്തോത്രം, ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ഭോഷ്കല്ല പറഞ്ഞത്, ഞാൻ ഊതിയപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ സ്പർശനം അവർക്ക് കിട്ടി. ഹല്ലേലൂയ. പക്ഷേ അത് അവർക്ക് പോരായിരുന്നു. എന്തിനായി? ഇനിയുള്ള കാലഘട്ടത്തിൽ നിൽക്കാൻ അത് പോരായിരുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നു, പക്ഷേ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ, തുടർന്ന് സ്തോത്രം ദൈവരാജ്യത്തിന്റെ ശക്തി വ്യാപരിക്കണമെങ്കിൽ, അധികാരം വ്യാപരിക്കണമെങ്കിൽ നിങ്ങൾ കാത്തിരുന്ന് പ്രാപിക്കണം. അതുകൊണ്ട് ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, 10 ദിവസത്തോളം കാത്തിരുന്നു. അത് ശരിയാ, കാലഘട്ടം പറഞ്ഞത് ശരിയാ. ഈ 10 ദിവസത്തെ കാത്തിരിപ്പ് എന്തിനു വേണ്ടിയായിരുന്നു? സ്വർഗത്തിൽ നിന്ന്, പിതാവിന്റെ അടുക്കൽ നിന്ന് പരിശുദ്ധാത്മാവ് താഴേക്ക് വരാൻ 10 ദിവസത്തെ വഴി ദൂരം ഉണ്ടായിരുന്നുകൊണ്ടാണ്. തിരുവനന്തപുരത്തിൽ പറയുന്നു, യേശു കർത്താവ്, പുനരുത്ഥാന ശൈലിയ യേശു കർത്താവ് കണ്ണിമയ്ക്കുന്നിടയിൽ നിമിഷത്തിനുള്ളിൽ അതെ ശിഷ്യന്മാരുടെ നടുവിൽ പ്രത്യക്ഷനായി. പിന്നീട് നടക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടാൽ വലിഞ്ഞെഴഞ്ഞ് നീങ്ങി കുറെ നാളുകൾക്ക് ശേഷമല്ല, അപ്പോൾ തന്നെയാണ് നടക്കുന്നത്. സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാ ദൈവസഭയെ കുറിച്ച് എടുത്തുകൊണ്ട് പോകുന്നതിനെ കുറിച്ച് പറയുന്നു, കണ്ണിമയ്ക്കുന്നതിനിടയിലാണ് എടുത്തുകൊണ്ട് പോകുന്നത്. സ്തോത്രം. ഇടഞ്ഞു വലിഞ്ഞൊക്കെ ആയിരുന്നെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരെല്ലാം കൂടെ നമ്മെ തപ്പി പിടിച്ചിങ്ങനെ താഴോട്ടിട്ടേനെ. പൊങ്ങിപ്പോകാൻ നടക്കും ദൈവസഭയെ പൊങ്ങിപ്പോകുന്നെ ഓടിച്ചു പിടിച്ച് താഴ്ത്തേ, നീ അങ്ങനെ പോണ്ട, എന്താ ഗതികേടായിപ്പോനെ. എന്നാൽ ദൈവസഭ പോകുന്നത് അങ്ങനെയൊന്നും അല്ല. ഇങ്ങനെ പോകുന്നേ പിടിച്ചോ പിടിച്ചോ എന്ന് പറഞ്ഞല്ല പോകുന്നത്. കണ്ണിമയ്ക്കുന്നിടയിൽ ഇവിടുന്ന് മാറ്റപ്പെടും. അങ്ങോട്ട് പോകാൻ ഇത്ര ഭയങ്കര ശക്തിയുള്ള ആളിന് ഇങ്ങോട്ട് വരുന്നതിന് ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഈ 10 ദിവസത്തെ വഴി ദൂരമല്ല, ദൈവജനം ഒരുങ്ങുന്നതിന് വേണ്ടി, കാത്തിരിക്കുന്നതിന് വേണ്ടി. അതിന് കാത്തിരിപ്പും അനുസരണവും പൂർത്തീകരണം പ്രാപിച്ചപ്പോഴാണ് പരിശുദ്ധാത്മ വന്നത്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അഭിഷേകം ഓരോരുത്തരുടെ മേൽ വ്യാപരിക്കുന്നതിന് വേണ്ടി കർത്താവ് വെച്ചതായി വ്യവസ്ഥ എന്ന് പറഞ്ഞ അനുസരണമാണ്. അനുസരണത്തിന്റെയും വിശുദ്ധിയുടെയും തികവ് ദൈവം ഉദ്ദേശിക്കുന്നത് പ്രാപിച്ചു കഴിയുമ്പോൾ അവരുടെ മേൽ ദൈവം പകരുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ 10 ദിവസത്തെ കാത്തിരിപ്പ് എന്നതുപോലെ നമുക്കിനിയും സ്വർഗത്തിൽ നിന്ന് വരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പല്ല, ഒത്തിരി ദൂരം വരുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പുമല്ല. അവൻ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ കർത്താവ് പറഞ്ഞു, കാത്തിരുന്നെങ്കിലേ കിട്ടത്തുള്ളൂ. ഇതൊരു പ്രത്യേക ഇടപാടാണ്. ആഗ്രഹിച്ച് വാഞ്ചിച്ചെങ്കിൽ മാത്രമേ ലഭിക്കത്തുള്ളൂ. അത് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാണ് പറഞ്ഞിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. തനിക്കത് വെളിപ്പെടുത്തി കർത്താവ് കൊടുത്തു. ആർക്കും കിട്ടുന്ന ഒരു പരിപാടിയല്ല, ആഗ്രഹിക്കുന്നവർ വേണ്ടി കൊടുക്കുന്ന ഒരു പ്രത്യേക പദ്ധതിയാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ എന്തിന് ഞാൻ പ്രാപിക്കണം? ഒന്നാമത് അത് യേശുവിന്റെ വാഗ്ദത്തമാണ്. അതുകൊണ്ട് ഞാൻ പ്രാപിച്ചേ മതിയാകും. സ്തോത്രം. വാഗ്ദത്തം വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. നമുക്ക് വേണ്ടി മാത്രമല്ല, തലമുറകൾക്ക് വേണ്ടി പകരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. രണ്ടാമതായി, എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം? 1:8 അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. നിങ്ങൾക്ക് ശക്തി ഉണ്ടാകും. ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. യേശുവിന്റെ സാക്ഷിയാകണമെങ്കിൽ ഈ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചെങ്കിൽ മാത്രമേ കഴിയൂ. യേശുവിന്റെ ശക്തി, യേശുവിന്റെ ആത്മാവിനെ പ്രാപിച്ചെങ്കിലേ അവന്റെ ശുശ്രൂഷ നിവർത്തിപ്പാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ദൈവമക്കളാകുന്ന നാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചേ മതിയാവൂ. സുവിശേഷം പറയാൻ പോകുന്നവരോട് ഒരു വാക്ക്. സ്തോത്രം. ഏത് രക്ഷിക്കപ്പെട്ട വ്യക്തിക്കും സുവിശേഷം പറയാം. പക്ഷെ ഒരു കാര്യം, ശക്തമായി സാക്ഷ്യം പറയണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ കിട്ടിയേ പറ്റൂ. ഹല്ലേലൂയ. സ്തോത്രം. ചില വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ, കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ, ഒരു ദേശത്ത് ചിലപ്പോൾ ഇളക്കങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിനുമേൽ നിയന്ത്രണം ഏറ്റെടുക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് ശക്തിയോടുകൂടി നമ്മുടെ മേൽ വന്നേ മതിയാവും. അതുകൊണ്ട് കർത്താവ് അയച്ചത് 70 പേരെ അയച്ചതിനെ നമുക്ക് കാണുന്നു. 2 അയച്ചു.
അവർ പോയി യേശുവിന്റെ നാമം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭൂതങ്ങൾ പുറത്തായി, അത്ഭുതങ്ങൾ അടയാളം നടന്നു, രോഗികൾ സൗഖ്യമായി, അതൊക്കെ നടന്നു. പക്ഷെ കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ശക്തി പോരാ, നിങ്ങൾ കാത്തിരുന്ന് ശക്തി പ്രാപിക്കണം. അങ്ങനെ കാത്തിരുന്ന് ശക്തി പ്രാപിച്ചതായ പ്രിയപ്പെട്ടവരാണ് കർത്താവിന് വേണ്ടി ലോകമെമ്പാടും സാക്ഷികളായി എത്തിയത്. സ്തോത്രം. എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം? യേശുവിന്റെ ആഗ്രഹമാണ് ദൈവസഭ സ്ഥാപിക്കപ്പെടുക. യേശുവിന്റെ ആഗ്രഹമാണ് സുവിശേഷം അറിയിക്കുക. അത് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെങ്കിലേ കഴിയത്തുള്ളൂ. 1-ാം നൂറ്റാണ്ട് ദൈവസഭ പ്രാർത്ഥിച്ചിട്ടാണ് സുവിശേഷം പറയാൻ പോയത്. സ്തോത്രം. എവിടെങ്കിലും സുവിശേഷം പറയാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തിരിക്കുക, പ്രാർത്ഥിക്കാൻ ഒരു സമയം നിനക്കില്ലാതെ സുവിശേഷം പറയാൻ പോകരുത്. അവനത് ശരിയാകത്തില്ല. ഒരുമിച്ച് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നു, വ്യക്തിപരമായി പ്രാർത്ഥിച്ച് ശക്തി പ്രാപിച്ച ശേഷമാണ് 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭ പിന്നീട് തുടർന്ന് സുവിശേഷം അറിയാൻ പോയത്. അവർ ഭീതിയുടെ മുമ്പിലായിരുന്നു, എതിർപ്പുകളുടെ മുമ്പിലായിരുന്നു. പക്ഷേ അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇരുന്ന സ്ഥലം കുലുങ്ങി. അവർ പ്രാർത്ഥിച്ചതിന്റെ അടയാളങ്ങൾ സംഭവിക്കാനിടയായി. മൂന്നാമതായി എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം? എഫേസ്യ ലേഖനം 1-ാം അധ്യായം 19-20 വാക്യം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 19-20 വാക്യം. അടുത്തത് ഈ ശക്തിയുടെ കാര്യം പറഞ്ഞിരിക്കുന്നത് 20-ാമത്തെ വാക്യം. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നാം പ്രാപിക്കണം? ഹല്ലേലൂയ. യേശുവിൽ സംഭവിച്ച കാര്യം നമ്മൾ സംഭവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചേ പറ്റത്തുള്ളൂ. സ്തോത്രം. എന്താ യേശുവിൽ സംഭവിച്ചത്? അവൻ മരിച്ചു, അവന്റെ ബോഡി ഇവിടെ കിടക്കുക. പക്ഷേ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു, യേശുവിൽ ഒരു ശക്തി വ്യാപരിച്ചു. അവന്റെ മൺകൂടാരത്തിന്മേൽ ശക്തി വ്യാപരിച്ചു. ആ ശക്തി ഏതായിരുന്നു? ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അവന്റെ മേൽ ഇറങ്ങി വന്നു. അതുകൊണ്ട് മരണപാശങ്ങൾക്ക് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ദൈവമോ മരണപാശങ്ങൾ അടിച്ചു അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇവിടെ വായിക്കുന്നത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സ്തോത്രം ചെയ്യുന്നു. ഒരു പുനരുത്ഥാനം പ്രതീക്ഷിക്കുന്നെങ്കിൽ സ്തോത്രം, ഈ മൺകൂടാരം അടിഞ്ഞു പോകും. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ നാം ഒരുമിച്ച് ചിലപ്പോൾ മരിച്ചു പോയെന്ന് വരാം. അതല്ല എങ്കിൽ കർത്താവിന്റെ വരവിങ്കൽ എടുക്കപ്പെടേണ്ടതാണ്. ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ ഈ മൺകൂടാരം പൊളിഞ്ഞു മാറി പുതിയതൊന്ന് പ്രാപിക്കണമെങ്കിൽ, ആ നിമിഷം വ്യത്യസ്തത പ്രാപിക്കണമെങ്കിൽ, ഞാൻ പറയുന്നു ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുകയാണ്. എന്താണ്? പരിശുദ്ധാത്മാവ് യേശുവിൽ വ്യാപരിച്ചു. അത് നമ്മുടെ മൺകൂടാരങ്ങൾ വ്യാപരിച്ചേ പറ്റൂ. അതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 വാക്യം കൊണ്ട് ചിന്തിക്കുന്ന നന്നായിരിക്കും. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 23-ാമത്തെ വാക്യമാണ് ചേർന്ന് ചിന്തിക്കാൻ പറ്റിയ ഒരു നല്ല വാക്യം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 23-ാമത്തെ വാക്യം. ഓരോരുത്തരും ഉയർത്തെഴുന്നേൽപ്പിന്റെ കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. 15-ാം അധ്യായം. ഈ വേദപുസ്തകത്തിലെ ചില അധ്യായങ്ങളൊക്കെ വായിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. പ്രത്യേകിച്ച് വെളിപ്പാട് ദിവസം വായിക്കാൻ വലിയ പ്രയാസമാണ്. സ്തോത്രം. രാത്രിയിൽ ഒട്ടും വായിക്കത്തില്ല, കണ്ണ് കാണാത്തതുകൊണ്ടല്ല, അത് ഭയങ്കര പേടിയാണ്. പിന്നെ അവിടെ ലൂസിഫറിനെ കുറിച്ചും പിന്നെ പിശാചിനെ കുറിച്ചും പാമ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും വെറുതെ പേടി സ്വപ്നമൊന്നും കാണണ്ട എന്ന് വിചാരിച്ച് വെളിപ്പാട് പുസ്തകം വായിക്കാത്ത ആൾക്കാരുണ്ട്. സ്തോത്രകൃപയാൽ നാം എല്ലാവരും വായിക്കുന്നവരാണ്. ഇവിടെ വായിക്കുന്ന വേദഭാഗം മരണസമയത്ത് വായിക്കുന്നതാണ്. അത് കുടുംബ പ്രാർത്ഥനയ്ക്ക് പോലും വായിക്കാത്ത ആൾക്കാരുണ്ട്. സ്തോത്രം. ഇവിടുത്തെ ആ വേദഭാഗം എന്താണെന്നറിയാമോ? ഒന്ന് വായിച്ചു നോക്കിക്കേ. 15-ാം അധ്യായം 23-ാമത്തെ വാക്യം. ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഓരോരുത്തരും താൻ്റെ റാങ്കിലാണ് ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നത്. എഴുന്നേക്കാൻ ബുദ്ധിമുട്ടാണ്. കർത്താദാസൻ ഓർപ്പിച്ചു. ഉയർത്തെഴുന്നേൽക്കാൻ വലിയ പ്രയാസമാണ്. ആമേൻ. ഉയർത്തെഴുന്നേൽക്കാൻ ഓരോരുത്തരുടെ റാങ്ക് വേറെ ആയിരിക്കും. അവിടെ കർത്താദാസൻ ഇവിടെ ഓർപ്പിക്കുന്നുണ്ട്. 15-ാം അധ്യായത്തിൽ ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ട്. സൂര്യന്റെ തേജസ് വേറെ. എങ്ങനെ പ്രകാശിക്കണമെന്ന് നേരത്തെ തീരുമാനിക്കുക എന്നുള്ളതാണ് കർത്താവിന്റെ വചനം ഓർപ്പിക്കുന്നത്. സ്തോത്രം ചെയ്യുന്നു.
മെഴുകുതിരി കത്തിച്ച് വെച്ച് സൂര്യന്റെ മുമ്പിൽ വെച്ചാൽ എങ്ങനെ മെഴുകുതിരിക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ലജ്ജിച്ചിരിക്കുമോ? അതുപോലെ ചിലർ ഉയർത്തെഴുന്നേറ്റാലും ചിലർ സ്വർഗത്തിൽ ചെന്നാലും ലജ്ജിതരായിരിക്കേണ്ടി വരുമെന്നല്ലേ അത് ഓർപ്പിക്കുന്നത്. 30 മേനി 60 മേനി 100 മേനി എന്ന ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത് പോലെ വ്യത്യസ്തതകൾ ഉയർപ്പിനും ഉണ്ടാകും. എത്രത്തോളം കർത്താവിന് വേണ്ടി പ്രയത്നിച്ചോ, എത്രത്തോളം വിശുദ്ധനായി ജീവിച്ചോ, അത്രത്തോളം രൂപാന്തര ശരീരത്തിന്റെ മേൽ തേജസ്വിനി ആവരിച്ചുകൊണ്ടിരിക്കും. Praise the Lord. Hallelujah. ഇവിടെ പിടിച്ചു കെട്ടുന്നത് കൊണ്ടല്ല വിശുദ്ധരായി ജീവിക്കുന്നത്. ഇവിടെ ആരെങ്കിലും പേടിച്ചിട്ടല്ല നാം വിശുദ്ധരായി ജീവിക്കുന്നത്. കർത്താവിനെ സ്നേഹിക്കുന്നതിനാൽ, കർത്താവിനെ ബഹുമാനിക്കുന്നതിനാൽ, നമ്മുടെ നിത്യ ജീവനെ ഓർത്തത് കൊണ്ട്, ഇനി വരാനിരിക്കുന്ന ജീവിതത്തെ ഓർക്കുന്നത് കൊണ്ട് നാം ദൈവത്തെ ബഹുമാനിക്കുകയാണ്. പുതിയ ശരീരം പ്രാപിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആ ശരീരത്തിന്റെ കാര്യം ഓരോരുത്തരും താന്താന്റെ നിലയിൽ അത്രേ അടുത്തത്. ആദ്യ ഫലം ക്രിസ്തു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ഓർപ്പിച്ചു. ഫസ്റ്റ് ഫ്രൂട്ട് എന്ന് പറഞ്ഞ ക്രിസ്തുവാണ്. അടുത്തത് പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ പിന്നെ അവസാനം. യേശു കർത്താവ് എങ്ങനെ ഉയർത്തെഴുന്നേറ്റോ അതുപോലെ ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നവരാണ് യേശുവിൽ വിശ്വസിക്കുന്ന വിശുദ്ധ ജനം. അതാണ് ആദ്യ ഫലം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാനത് ഒന്നുകൂടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, കാരണം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കണം. ഒരു പ്ലാവിൽ ഒരു ചക്കയുണ്ടായി, ആദ്യമായിട്ടുണ്ടാക്കിയ ഒരു ചക്കയാണ്. ആ ചക്ക ആദ്യമായിട്ടുണ്ടാക്കിയിരിക്കുന്ന ആ ചക്ക നിന്നുകൊണ്ട് വാക്കും ഭാഷണവും കൂടാതെ ഒരു ദൂത് പറയുന്നു. എന്താ പറയുന്നത് അറിയാമോ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, എൻ്റെ പിന്നാലെ എന്നെ പോലെ ഒത്തിരി പേര് വരാൻ പോവാ. ഞാൻ ആദ്യം ഈ വന്നതേ ഉള്ളൂ. ഇനി വരാൻ പോകുന്നവർ എന്നെ പോലെ ഇരിക്കും. എനിക്ക് എന്തോ ടേസ്റ്റ് ഉണ്ടോ അതുപോലെ തന്നെ ടേസ്റ്റ് ഇനിയും വരും. എനിക്ക് എത്ര മുള്ളുണ്ടോ അതുപോലെ അവർക്കും മുള്ളുണ്ടാകും. എനിക്കെന്തോ വലിപ്പമുണ്ടോ അതുപോലെ അവർക്കും ഉണ്ടാകും. ഇതാണ് ഫസ്റ്റ് ഫ്രൂട്ട്, ആദ്യ ഫലം എന്ന് പറയുന്നത്. യേശു കർത്താവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പറഞ്ഞ ദൂതിയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, എന്നെ പോലെ അവർ ഉയർത്തെഴുന്നേൽക്കും. പുനരുത്ഥാന ശരീരത്തോടെ അവർ എഴുന്നേറ്റ് വരാൻ പോകുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഓരോരുത്തരും അവനവന്റെ നിലയിലത്രേ. എങ്കിലും പുനരുത്ഥാന ശരീരം യേശുവിനെ പോലെ ആയിരിക്കും ഉയർത്തെഴുന്നേൽക്കുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റതിന് കാരണം എന്താ? അവനിൽ ഈ ആത്മാവ് വ്യാപരിച്ചത് കൊണ്ടാണ്. ഇനി സ്തോത്രം എത്ര നേരം കൊണ്ടാണ് നമുക്ക് നോക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 52-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർപ്പിച്ച് പറയുന്നു. നാം എല്ലാവരും നിദ്ര കൊള്ളുകയെന്ന് പറഞ്ഞാൽ വീട്ടിൽ ചെന്ന് ഉറങ്ങത്തില്ലെന്നല്ല, മരിച്ചു പോകത്തില്ലെന്ന്. എല്ലാവരും മരിക്കണമെന്ന് നിർബന്ധമില്ല. അതിനു മുമ്പേ കർത്താവിന്റെ വരമാണെങ്കിൽ എല്ലാവരും മരിക്കുകയില്ല. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഡ്രൈവർ വിശുദ്ധനാണെങ്കിൽ അവൻ എടുക്കപ്പെടും. പുറയിരിക്കുന്ന നീ വിശുദ്ധനാണെങ്കിൽ പോകാ. പ്ലെയിൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി പൈലറ്റ് വിശുദ്ധനാണെങ്കിൽ എടുക്കപ്പെടും. പ്ലെയിനിരിക്കുന്നവർ വിശുദ്ധനല്ലെങ്കിൽ അവരുടെ കാര്യം എന്തെന്ന് ചിന്തിച്ചാൽ മതി. അന്നേരം പിന്നെ അവസരമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഏത് സമയം ഒരുങ്ങിയിരിക്കുക. ഇത്ര വലിയ രക്ഷയും ഇത്ര വലിയ പദവിയും ലഭിക്കപ്പെട്ട പെന്തക്കോസ്ത് സമൂഹത്തോട് ഞാൻ പറയുന്നു, ഏത് സമയത്ത് കർത്താവിന് മടങ്ങി വരുമെന്ന് അറിഞ്ഞുകൂടാ. അന്നേരം നമുക്ക് ഒരുങ്ങാൻ സമയം കിട്ടില്ല. അവന്റെ ദിവസം കള്ളനെ പോലെ വരും. സ്തോത്രം. കള്ളൻ വരുന്നത് തുരന്ന് മോഷ്ടിക്കാനല്ല നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എന്താ അവൻ തുരന്ന് മോഷ്ടിക്കുന്നത്? എന്താ അവൻ ഇടിക്കുന്നത്? എന്താ അവൻ പൊളിക്കുന്നത്? ആരോടും ചോദിക്കാതെ കടന്നു വരുന്ന കാര്യം എന്താ? സ്തോത്രം. അതിവേഗത്തിൽ കടന്നു വന്ന് ഏറ്റവും വിലപിടിപ്പുള്ളതിനെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയാണ് വരുന്നത്. അതിനോട് സമമായി യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. യേശുവിന്റെ വിലപിടിപ്പുള്ള ചിലത് ഇന്ന് ഭൂമിയിലുണ്ട്. അതിനെ എടുത്തുകൊണ്ടാണ് അവൻ വരികയാണ്. ഇന്ന് നീ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് പരിശുദ്ധാത്മാവ് നമ്മൾ ചോദിക്കുകയാണ്. ജീസസ് നെയിം. ഹല്ലേലൂയ. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളത്തിങ്കൽ നാളത്തിങ്കൽ പെട്ടെന്ന് കണ്ണി വെക്കുന്നതിനിടയിൽ സ്തോത്രം ട്വിങ്ക്ലിംഗ് ഓഫ് ആൻ ഐ, ഒരു കണ്ണിങ്ങനെ അടച്ചു തുറക്കുന്നതിന് എത്ര നേരം വേണം? മണിക്കൂറുകളൊന്നും വേണ്ട, മിനിറ്റുകളും വേണ്ട, സെക്കൻഡ്, ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്. ഒരു സെക്കൻഡിന്റെ എത്രയോ ശതമാനം, ഒരു ചെറിയൊരു അംശം മതി. അങ്ങനെയാണെങ്കിൽ ആ നിമിഷത്തിനുള്ളിൽ നമ്മുടെ മൺകൂടാരങ്ങൾ രൂപാന്തരപ്പെടും. ഇതിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്?
ഹല്ലേലൂയ. നാം അന്യഭാഷ പറയാനും പാട്ട് പാടാനും കൂട്ടുകൂടാനും മാത്രമല്ല പരിശുദ്ധാത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തി നമ്മെ പോക്കിയെടുത്തുകൊണ്ട് ഈ പാപലോകത്തിൽ നിന്ന്, ഈ അശുദ്ധ നിറഞ്ഞതായ ലോകത്തിൽ നിന്ന് അവൻ കർത്താവിന് വേണ്ടി ജീവിച്ചതിനാൽ, വിശുദ്ധരായി ജീവിച്ചതിനാൽ, ദൈവവചന പ്രകാരം ജീവിച്ചതിനാൽ പോക്കിയെടുത്തുകൊണ്ട് ഹല്ലേലൂയ അവന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്ന, മിഡ് എയറിലേക്ക്, മധ്യവാനിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന ഒരു പ്രത്യേക ശക്തിയായി, ഒരു വ്യക്തിയായി ഇതാ യേശുവിന്റെ ആത്മാവ് വ്യാപരിക്കുകയാ. ഇത് പ്രാപിച്ചില്ല എങ്കിൽ പോകുവാൻ കഴിയുകയില്ലെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. മുന്നോട്ട് പോകുന്നു. നാലാമത്, എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നാം പ്രാപിക്കണം? റോമാലേഖനം 8-ാം അധ്യായം 14 തുടങ്ങി 17 വരെയുള്ള വാക്യങ്ങൾ. റോമാലേഖനം 8-ാം അധ്യായം 14 തുടങ്ങി 17 വരെയുള്ള വാക്യം. ഒന്നാമത്തെ വിഷയം ആ സെക്ഷനിൽ നമ്മൾ കാണുന്നു, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവമക്കളാകും, ദൈവത്തിന്റെ മക്കളാണ്. ആദാം ദൈവത്തിന്റെ മകൻ എന്ന് ലൂക്കോസിന്റെ സൂചന പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു മകനായിരുന്നാൽ മതിയെങ്കിൽ ആദാം കാണിച്ചതെല്ലാം കാണിച്ചു പോകും. എന്തുകൊണ്ടാണ് അവിടെ ദൈവത്തിന്റെ മകൻ ആദാമിനെ വിളിച്ചിരിക്കുന്നത്? ആദാം ദൈവത്തിന്റെ സൃഷ്ടിയായതുകൊണ്ടാണ്. സൃഷ്ടി എന്ന നിലയിൽ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. പക്ഷെ അങ്ങനെ ഒരു ദൈവത്തിന്റെ മകനായിരുന്നാൽ പോരാ. അവനോടുകൂടെ വസിക്കണമെങ്കിൽ, അവന്റെ നടത്തിപ്പ് പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നാം നിറഞ്ഞേ പറ്റത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പം സന്തോഷം നമുക്ക് ഉണ്ടാകുന്നുണ്ടോ, അതോ മൗനതയാണോ നമുക്ക് ഉണ്ടാകുന്നത്? ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന ഇവരും ദൈവങ്ങൾ. ചിലക്കങ്ങ് ഭയങ്കര നടത്തിപ്പാ. ശ്രദ്ധിച്ചോണേ, ഈ ബാലൻസ് കീപ്പ് ചെയ്യാതെ പോകുന്ന ക്രിസ്തീയ ജീവിതവും തെറ്റാണ്. ഭയങ്കര നടത്തിപ്പാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്, ദൈവത്തിന്റെ ആത്മാവരോട് പറയും ചായ ഇടണ്ട, കാപ്പി ഇട്ടാൽ മതി. ചിലക്ക് രാവിലെ അങ്ങനെ ഇരിക്കുമ്പോൾ തോന്നും ഇന്നാരുടെ വീട്ടിൽ വരെ ഒന്ന് പോകണം. അവിടെ പോയതുകൊണ്ട് പ്രയോജനമല്ല, ചിലപ്പോൾ ദുഃഖമായിരിക്കും ഉണ്ടാകുന്നത്. നടത്തിപ്പാ. ദൈവത്തിന്റെ ആത്മാവ് നടത്തിയാൽ അതിനകത്തൊരു ഉദ്ദേശം ഉണ്ടാകും, അതിനകത്ത് ചിലർക്ക് വിടുതലുണ്ടാകും. സ്തോത്രം. ഇല്ലെങ്കിൽ അത് ദൈവത്തിന്റെ അല്ല. ഇനി ദൈവസഭയോട് തുറന്നൊരു കാര്യം പറയട്ടെ, കിട്ടുന്ന വെളിപ്പാടെല്ലാം ദൈവത്തിന്റെ ആണെന്ന് ധരിക്കരുത്. പിശാച് വഞ്ചിക്കാൻ വേണ്ടി വെളിപ്പാട് കാണിച്ചിരിക്കും. അതിനെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ ദൈവകൃപയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഒരു പ്രകാശം കണ്ടതുകൊണ്ട് പണ്ടൊരാൾ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രകാശം കണ്ടെന്ന്. ഒരു കുരുത്തം കെട്ട പയ്യൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്, അത് പാണ്ടിലൂരിയുടെ റൈറ്റ് ആയിരിക്കുമെന്ന്. തിരിച്ചു തള്ളാൻ വേണ്ടിയല്ല. വെളിപ്പാട് കാണുന്നത് പല രീതിയിലുണ്ട്. വെളിവേടും കാണാൻ സാധ്യതയുണ്ട്. ഇരിക്കുന്ന ഇരിപ്പനുസരിച്ച് ചിലപ്പോൾ കണ്ടുപോയെന്നിരിക്കും. ലോത്ത് തലപൊക്കി നോക്കി എന്തിൽ വചനം പറയുന്നു? ഉൽപ്പത്തി പുസ്തകം 13:10. സ്തോത്രം. ഇംഗ്ലീഷിൽ പറയുന്നു ലോത്ത് looked up and saw. ആമേൻ. അബ്രഹാം തലപൊക്കി നോക്കി, അവൻ വെളിപ്പാട് കണ്ടു. ഇതുപോലെ ലോത്തും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. വെറുതെ തലപൊക്കിയതല്ല, ആത്മാവിൽ നോക്കിയ കാര്യമായി പറയുന്നേ. അദ്ദേഹം